ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്ത്. സാമ്പിളുകൾ ജംഷഡ്പൂരിലെ ലബോറട്ടറിയിൽ പരിശോധിക്കാൻ അനുമതി. അത്യാധുനിക ശാസ്ത്രീയ പരിശോധന അനിവാര്യമെന്ന് കോടതി വ്യക്തമാക്കി. ദേശീയ ലബോറട്ടറി പരിശോധനയ്ക്ക് സന്നദ്ധത അറിയിച്ചെന്ന് SIT കോടതിയെ അറിയിച്ചു. കേസിൽ മാർച്ച് 31 മുൻപ് കുറ്റപത്രം നൽകും. ഷബ്നയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്തായാലും SIT അന്വേഷണത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനവും മെല്ലപ്പോക്ക് ആരോപണവും ഒക്കെ ഉയർന്ന സാഹചര്യത്തിലാണിപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. എന്താണ് ഇതിൽ ഹൈക്കോടതി പറയുന്നത്? ദേശീയ ലബോറട്ടറിയിൽ ഇത് സാമ്പിളുകൾ പരിശോധിക്കാനുള്ള കാര്യത്തിലെ നിർണായകമായിട്ടുള്ള ഉത്തരവും ഏതു രീതിയിലാണ്? സ്വാതി, ഏതായാലും അത്യാധുനിക ലാബോറട്ടറിയിൽ സാമ്പിളുകൾ പരിശോധിക്കണം എന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് SITയുടെ ആവശ്യപ്രകാരം ജംഷഡ്പൂരിലെ ലാബോറട്ടറിയിൽ സാമ്പിളുകൾ പരിശോധിക്കാൻ കോടതി അനുമതി നൽകിയത്. ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഇതിൻ്റെ വിശദാംശങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു. അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കോടതിക്ക് സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ SITയും കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസുമാണ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഈ രണ്ട് റിപ്പോർട്ടുകളും പരിശോധിച്ചാണ് കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവിട്ടിട്ടുള്ളത്. അത്യാധുനിക ലാബോറട്ടറിയിൽ ഇതിൽ പരിശോധന നടത്തണം എന്ന് തന്നെ കോടതി തീരുമാനിച്ചിരിക്കുന്നു. ജംഷഡ്പൂരിലെ ലാബോറട്ടറി ഇത് സൗജന്യമായി പരിശോധന നടത്താമെന്ന് അറിയിച്ചതായി SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലാബോറട്ടറിയിൽ പരിശോധനയ്ക്ക് കോടതി അനുമതി നൽകിയത്. 36 സാമ്പിളുകളാണ് ശേഖരിച്ചത് എന്ന് SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 30 സാമ്പിളുകൾ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടാണ്. മറ്റ് 6 സാമ്പിളുകൾ കൊടിമരവുമായി ബന്ധപ്പെട്ട, അങ്ങനെ 2 കേസുകളിലെ ദ്വാരപാല ശില്പവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ 2 കേസുകളിലുമായിട്ട് 36 സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് പരിശോധനയ്ക്ക് അയക്കും. പരിശോധനാ ഫലം എത്രയും പെട്ടെന്ന് തന്നെ ലഭ്യമാകും എന്ന് തന്നെയാണ് SIT പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 31-നകം റിപ്പോർട്ട് സമർപ്പിക്കും, കുറ്റപത്രം സമർപ്പിക്കും എന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ്. ഈ കുറ്റപത്രം മാർച്ച് 31-ന് നൽകും എന്ന് SIT കോടതിയിൽ അറിയിക്കുകയും കോടതി ആ ഉറപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തത്. മറ്റൊന്ന് കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ്. DYSP ഹരിയെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രാഥമികമായ പരിശോധന നടത്തിക്കഴിഞ്ഞു. 30 ദിവസത്തിനുള്ളിൽ ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ 26-ാം തീയതി വീണ്ടും പരിഗണിക്കാനായി കോടതി മാറ്റിയിട്ടുണ്ട്. ശരി ഷബ്ന.